ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2022 പുറത്തിറങ്ങിയ ഡെസ്റ്റിനി ടു മീറ്റ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ നായിക ഒരു പബ്ബിലിരുന്നിട്ട് അവളുടേതായ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ നായകൻ പുറത്തിരുന്നിട്ട് അവൻ്റെ അന്നത്തെ വർക്കിന് ക്യാഷ് വാങ്ങിക്കുന്നുണ്ട്. പോകാൻ നേരമാകുമ്പോൾ നമ്മുടെ നായകൻ അകത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ നായികയെ കാണും. അപ്പോൾ ഈ പബ്ബിലെ മാനേജർ വന്ന് പറയും, ആൾ 1 വീക്കായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഒന്നും കഴിക്കുന്നില്ല, ആരുമായിട്ടും മിണ്ടുന്നില്ല, പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നായകൻ പുറത്തോട്ട് പോകും. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ നായികക്ക് ഒട്ടും വയ്യായിരിക്കും കേട്ടോ. ആൾ തല കറങ്ങിയൊക്കെ ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇതൊക്കെ നമ്മുടെ നായകൻ കാണുന്നുണ്ടാവും. അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ നമ്മുടെ നായികയുടെ ഫ്രണ്ടിൽ ഒരു കുടിയൻ വന്ന് നിൽക്കും. ആ കുടിയനാണെങ്കിൽ നമ്മുടെ നായികയെ ആക്രമിക്കാൻ ശ്രമിക്കും. ഈ സമയം നമ്മുടെ നായകൻ ഓടി വന്ന് ആ കുടിയനിൽ നിന്ന് നമ്മുടെ നായികയെ രക്ഷിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ നായിക ചോദിക്കും, എനിക്കൊട്ടും വയ്യ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ നായകൻ നായികയെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോകും. വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നായിക ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ആ ഗ്ലാസ് താഴെ വീണ് ചില്ലുകൊട്ടുന്നു. അവിടെയും നമ്മുടെ നായകൻ നമ്മുടെ നായികയെ രക്ഷിക്കുന്നു. അതിനുശേഷം നമുക്കറിയാലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസമായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നായികയുടെ ബ്രദറായ ജിന്നിനെയാണ്. ജിന്നിൻ്റെ മാനേജർ വന്ന് പറയും, നിനക്കിപ്പോൾ കമ്പനിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, അവൾ എന്നെ വരെ പിടിച്ച് പുറത്താക്കാൻ നോക്കി, ഇനിയിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ സക്സസർ ആർക്ക് വേണ്ടി കമ്പനി കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനോട്ട് തുടർന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജിൻ പറയും, അവൾ എൻ്റെ സിസ്റ്ററാണ്, അവളുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു, അതുകൊണ്ട് നീ പേടിക്കേണ്ടെന്ന് പറയും. നമ്മുടെ നായകനും നായിക എഴുന്നേറ്റുട്ടാ. അപ്പോൾ നമ്മുടെ നായികയുടെ മാനേജർ വന്നിട്ട് കുറച്ച് ഡ്രസ്സുകൾ കൊടുത്തിട്ട് പറയും, ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഡ്രസ്സ് മാത്രം മതിയെന്ന്. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നിനക്ക് എന്താണ് ഡിമാൻഡ്? കല്യാണമൊക്കെ ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ സമ്മതിച്ചു തരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ നായകൻ പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ നായിക പറയും, ശരി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറയുമ്പോൾ നായകൻ പറയും, വേണ്ട, എനിക്ക് വേറെ സ്ഥലത്താണ് പോകാനുള്ളതെന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ നായകൻ പറയണേ? സ്കൂളിൽ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ നായികയും നായികയുടെ മാനേജറും ഒന്ന് ഞെട്ടും. കാരണം ഇന്നലെ ഈ നായിക സ്പെൻഡ് ചെയ്തൊരു സ്കൂൾ കുട്ടിയായിട്ടാണോ എന്ന് ഓർത്ത് നായികക്ക് ഇങ്ങനെ തല വെട്ടിപ്പൊളിയുന്നുണ്ടാവും. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായകനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ നായികക്ക് ഓൾറെഡി നമ്മുടെ നായകനോട് ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ മനഃപൂർവ്വമാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് വരെ കാണാം.